വീണ്ടും ഒരു ഫുട്ബോൾ ലോകകപ്പ് വരികയാണ്. 2026 ലോകകപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 3 രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ ലോകകപ്പാണ് ഈ വരുന്ന ലോകകപ്പ്. അമേരിക്കയും കാനഡയും മെക്സിക്കോയുമാണ് 2026 ലോകകപ്പിൻ്റെ ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 32 രാജ്യങ്ങളായിരുന്നു കഴിഞ്ഞ ലോകകപ്പിൽ മത്സരിച്ചത്. ഈ ലോകകപ്പിൽ 48 രാജ്യങ്ങളാണ് മത്സരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ 104 മത്സരങ്ങൾ ഈ ലോകകപ്പിലുണ്ടാവും. 104 മത്സരങ്ങൾ. ഉദ്ഘാടന മത്സരം നടക്കുന്ന മെക്സിക്കോയിലെ അസ്റ്റക്ക സ്റ്റേഡിയം ഒരുപക്ഷെ നിങ്ങൾക്ക് പറഞ്ഞാൽ ഓർമ്മയുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേഡിയമാണ്. 1986 ഡീഗോ മറഡോണ എന്ന ഫുട്ബോൾ മാന്ത്രികൻ തൻ്റെ രാജ്യത്തിന് ലോകകപ്പ് നേടിക്കൊടുത്ത ഫൈനൽ നടന്ന മത്സരമാണ് മെക്സിക്കോയിലെ അസ്റ്റക്ക സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിലാണ് ഈ വർഷത്തെ ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ലോകകപ്പിലെ കപ്പിനും പ്രത്യേകതയുണ്ട്. കപ്പിൽ 26 എന്ന നമ്പർ ആലേഖനം ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ പ്രത്യേകതയുള്ള ഒരു ലോകകപ്പാണ് വരാൻ പോകുന്നത്. ഒപ്പം VR 26 എന്നൊരു ക്യാമ്പയിനും നടക്കുന്നുണ്ട്. അമേരിക്കയും കാനഡയും മെക്സിക്കോയും അവിടുത്തെ ജനങ്ങളെ ഈ ലോകകപ്പിൻ്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി VR 26 എന്ന ക്യാമ്പയിൻ ആണ് നടത്താൻ പോകുന്നത്. ഈ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ബോൾ എന്ന് പറയുന്നത് 3 തരംഗങ്ങൾ എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ട്രൈ ഓണ്ട എന്ന പേരിലുള്ള ബോളാണ്, ട്രയോണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇനി ഭാഗ്യചിഹ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിലുമുണ്ട് പ്രത്യേകതകൾ. 3 രാജ്യങ്ങൾക്കും 3 മാസ്കോട്ടുകളാണ്, ഭാഗ്യചിഹ്നങ്ങൾ. മാപ്പിൾ ദ മൂസ് എന്ന് പറയുന്ന ഒരു ഭാഗ്യചിഹ്നമാണ് ഉള്ളത്. അതുപോലെ തന്നെ സയ എന്ന് പറയുന്നൊരു ജഗ്വാർ, ഒരു പുലിയുടെ ഭാഗ്യചിഹ്നം. അതോടൊപ്പം ക്ലച്ച് ദ ബാൾഡ് ഈഗിൾ, അമേരിക്കയുടെ ഭാഗ്യചിഹ്നമായിട്ടുള്ളത് ഒരു ഈഗിളാണ്, പരുന്ത്. 3 പക്ഷികളും മൃഗങ്ങളുമായിട്ടുള്ള 3 ചിഹ്നങ്ങളാണ് ഈ ലോകകപ്പിനുള്ളത്. 3 വ്യത്യസ്തമായ പൊസിഷനുകളെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഗോളിയാണ്, ഒന്ന് മിഡ്ഫീൽഡറാണ്, ഒന്ന് ഫോർവേഡാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി പ്രത്യേകതകളുള്ളതാണ് നമ്മുടെ ഈ വരുന്ന ലോകകപ്പ്. ഏതായാലും ലോകകപ്പിന് കാണാൻ എല്ലാവിധ ആശംസകളും. നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട ഒരു മലയാളി താരം ഈ ലോകകപ്പ് കളിക്കുന്നുണ്ട്. ആ പേര് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. എല്ലാവിധ ആശംസകളും.